അതിനെപ്പറ്റി എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചില്ല. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നതാണ്. അതെ അതെ അതെ, സത്യമാണ് സത്യമാണ്. രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞത് ശരിയാണ്. അത് തന്നെയാണ്. വെച്ച് ആരാണ്ട് ഉണ്ടാക്കിയതാണ്. അത് രേഷ്മയുടെ ചാറ്റൊന്നും അല്ല. സത്യമായിട്ട് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. അത് പഠിച്ച ഒരു ആളാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ. എന്തായാലും കുറെ കിടന്ന് കഴുകി ഇങ്ങനെ മെഴുകുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട്, സിനിമയെന്നൊക്കെ പറയണേ, അത് ഇറങ്ങുമ്പോൾ അറിയാം അത് സിനിമയാണോ അതെന്ത് മാരണമാണെന്നുള്ളത്. എന്തായാലും സിനിമ എന്നാണ് പറയുന്നത്. ആ സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി അവിടെ പോവുകയും കുറെ മീഡിയക്കാര് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് ചേച്ചി കുറെ മറുപടി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ആ മറുപടിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോകാം. ആദ്യം തന്നെ നമുക്ക് കേൾക്കാം പുള്ളിക്കാരി പറഞ്ഞ ആ മീറ്റിന്റെ കാര്യം. അതായത് ചാറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ചാറ്റിന്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വളരെ കൃത്യമായി ഈ പുള്ളിക്കാരി തന്നെ വാവുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷനാണ് മക്കളെ നിങ്ങൾ കേൾക്കേണ്ടത്. കേട്ടു നോക്കൂ. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീൻസ് മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഞങ്ങൾ ഏത് മീറ്റാ ഉദ്ദേശിച്ചത്? ചേച്ചി ഏത് മീറ്റാ ഉദ്ദേശിച്ചത്? ചേച്ചിയുടെ മീറ്റിംഗ് ആണ് ഏറ്റവും നല്ല മീറ്റിംഗ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മീറ്റിംഗ് വിട്ടുകളാ. ചേച്ചിയുടെ മീറ്റിങ്ങിനെ കുറിച്ച് ചേച്ചി പറ. ചേച്ചി എന്നാ മീറ്റിങ്ങിന്റെ ആളാണെന്നറിയാമോ? കേട്ടു നോക്ക്. മീറ്റിംഗ് ആണ് മീറ്റിംഗ്. നമ്മുടെ കുഴപ്പമാണ് കേട്ടോ, നമ്മളത് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. അല്ലാതെ ഈ പറയുന്ന രേഷ്മ പറഞ്ഞതിന്റെ കുഴപ്പമൊന്നുമല്ല, രേഷ്മ ചാറ്റ് ചെയ്തതിന്റെ കുഴപ്പമൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കിയതിന്റെ വിഷയമാണ്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്. ഒരു കോഫി കുടിക്കണോ, ഒന്ന് ഡ്രൈവ് ചെയ്യണോ, ഒന്ന് സിനിമ കാണാൻ പോണോ, കൂടെ ഈ പറയുന്ന രേഷ്മയുടെ കൂടെ പോകണം. അത് ജസ്റ്റ് മീറ്റപ്പ്. ഈ സാധനത്തിന് പച്ച മലയാളത്തിൽ എന്താ പറയുന്നത്? ഇവർ ഈ പറയുന്ന ജസ്റ്റ് മീറ്റപ്പ് എന്ന് വളരെ കൂളായിട്ട് പറയുന്ന ഈ ഒരു കാര്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരോട് മറ്റേ UK കാരൻ ചാറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നേരിട്ടൊന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ മാനേജറിനെ മീറ്റ് ചെയ്യാനാ പറയുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് ഇവള് പറയുന്നത് എന്താണ്, അത് ആണെന്ന്. ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇപ്പൊ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കുറെ എണ്ണം വന്ന് മെഴുകുന്നുണ്ട്. ഈ പറയുന്ന താരറാണിക്ക് അങ്ങ് സപ്പോർട്ടുമായിട്ട് ഇവര് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇവര് സിനിമ ചെയ്ത് ജീവിക്കുന്നതിനോ, ഇവര് നാടകം ചെയ്ത് ജീവിക്കുന്നതിനോ, ഇവര് നല്ല നല്ല റീൽസ് ചെയ്ത് ജീവിക്കുന്നതിനോ ഇവിടെ ആർക്കാ കുഴപ്പം? ആർക്കും കുഴപ്പമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലെയുള്ള മൂജിതരവും ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ആൾക്കാരെടുത്ത് പ്രതികരിക്കും. ഇവർ ഈ പറഞ്ഞ മീറ്റപ്പിന്റെ കാര്യം തന്നെ ഇവര് ചാറ്റ് ചെയ്ത് വേറൊരുത്തരോട് UK കാരനോട് പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുകയാണ് എനിക്ക് പൈസ തന്നാൽ ഞാൻ വരാമെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്നത് കേട്ടോ, മീറ്റപ്പ്, ഒരു ചായ കുടിക്കണം, ഒന്ന് കറങ്ങണം, ഒന്ന് പിന്നെ ഇനിയും ഒന്ന് ലോഡ്ജിൽ പോകണം. ഈ കാര്യം കൂടെ ഇനി അതിൻ്റെ അത് കൂട്ടിച്ചേർക്കത്തില്ലേ ഇവര്? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ബാക്കി പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഞാൻ പറയാറുണ്ട് ലൈവിൽ. നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. നിങ്ങൾക്ക് അതെ 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 അതെ, ആ ചാറ്റ് എൻ്റെതാണെന്ന് പോലും എനിക്ക് സംശയം. അതെനിക്ക് ഓർമ്മ പോലും ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നിങ്ങൾക്ക് ഷൂട്ട് വേണോ മാനേജർ, കോൺടാക്ട് മൈ മാനേജർ, കരിഷ്മയുമായിട്ട് കോൺടാക്ട് ചെയ്യും. അല്ല, എനിക്കറിയാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടാൻ വേറെ വേറെ സൈറ്റുകളുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടിടും. അവിടെ ഈ പറയുന്ന ഷൂട്ട് വേണോ, ചാറ്റ് വേണോ, കോഫി കുടിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്. അല്ലാതെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനും തുറന്നു വെച്ചിട്ട് കുറെ പിള്ളേരെ എങ്ങോട്ട് വഴിതെറ്റിക്കാനായിട്ട് ഇറങ്ങരുത്. ഇവരെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോഴായി കൂടിയിരിക്കുന്നത് സപ്പോർട്ടിങ്ങിന്റെ ഒരു കൂട്ടം. അവർ പറയുന്നത് ജീവിച്ചോട്ടെ, ആര് വിധവയല്ലേ, ഇങ്ങനെയാണോ വിധവകൾ ജീവിക്കുന്നത്? ആണോ? എന്റെ വീഡിയോ കാണുന്ന അമ്മമാരും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുക? നിങ്ങൾ വിധവയായി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവരെ ഇങ്ങനത്തെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയും, കമന്റ് പറയും. അല്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. എന്തായാലും ഇവരെ ഇനിയും ആ ചാറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അതൊന്ന് കേട്ടുപോയി. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചില്ല. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നു. അതെ അതെ, തന്നെ വെച്ച് ചെയ്തതാ സത്യം. അത് ഞങ്ങളങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി രേണു വല്ലതും ആയിരുന്നെങ്കിലോ, അത് രേണുവിന് അറിയത്ത് പോലും ഇല്ലേ, രേണുവിന്റെ കൈ കൊണ്ട് ടൈപ്പ് ചെയ്തത് പോലും അല്ലേ. അതുകൊണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ, അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല. അതെ, പിന്നെ പറയുകയാണ് കോണ്ടാക്ട് മൈ മാനേജർ എന്ന് ഞാൻ പറയാറുള്ളതായിരുന്നു എന്ന്. പിന്നെ എന്തായിരുന്നു അവിടെ എഴുതി വെച്ചത്? ഇത് തന്നെയാണ് എഴുതി വെച്ചത്, അല്ലാതെ അത് AI ആണോ? അല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഗൊണ്ട് തന്നെ പറയുന്നു ഞാൻ അങ്ങനെ പറയാറുണ്ട് എന്ന്. അത് എഴുതി വെച്ചത് നിങ്ങൾ തന്നെ. എന്നിട്ട് ഫേസ്ബുക്കിന്റെ പേരും മാറ്റിയിട്ട് അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇത് ഫുൾ കേൾക്കാം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റികളും പറയുന്നത് തന്നെയാണ്. അയ്യോ, ഈ സെലിബ്രിറ്റി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ സെലിബ്രിറ്റികളും പറയുന്നുണ്ട്. എല്ലാ സെലിബ്രിറ്റികളും ഇങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു കോഫി കുടിക്കണോ, നിങ്ങൾക്കൊന്ന് കറങ്ങണോ, നിങ്ങൾക്ക് എൻ്റെ കൂടെ മറ്റേ സിനിമയ്ക്ക് വരണോ, എനിക്ക് എൻ്റെ കൂടെ നിങ്ങൾക്ക് കിടക്കണോ എങ്കിൽ കോണ്ടാക്ട് മൈ മാനേജർ എന്ന് ആരും പറയാറില്ല. അത് നിങ്ങളെ പറയാറുള്ളൂ. അതൊരു സെലിബ്രിറ്റിയും പറയാറില്ല. നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ആ ചാറ്റ് എൻ്റെ അല്ല, അത് AI ആണ്. AI എന്ത് പറഞ്ഞാലും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ മണ്ടയിലോട്ടം കിട്ടാൻ വെക്കും. ഇവര് എന്തെങ്കിലും പിന്നെ മറ്റേ ഇല്ലാത്ത വീഡിയോ കാണിച്ചാലും പറയും അത് AI ആണ്. AI എല്ലാം അങ്ങോട്ട് AIക്ക് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ തൊലിക്കട്ടി അപാരം തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടുണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയൊക്കെ തെളിവുകൾ പുറത്തു വന്നാലും അവിടെ കിടന്ന് മെഴുകി അതിനെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു തൊലിക്കട്ടിയാണ്. വലിയ തൊലിക്കട്ടി. ഇനിയും പുള്ളിക്കാരിയെ നിക്കർ വിധവ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് കേട്ടോ. നിക്കർ ഇടാറില്ല, അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല, അല്ല നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ, അതൊന്നും പ്രശ്നമല്ലേ? എനിക്ക് എന്ത് പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾക്കറിയാലോ കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെ വിളിക്കുന്നില്ല. എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്, ഹാപ്പിയാണ്. അതെ, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും അല്ലായിരുന്നു. ഓരോ കമന്റ് എടുത്തിട്ട് അതിന് തെറിവിളിയും കൊണ്ട് വന്ന ആളാണ്. എന്നിട്ട് ഇപ്പൊ പറയുക എനിക്കതൊന്നും വിഷയമില്ല, എനിക്കതൊക്കെ അങ്ങ് ഇഷ്ടമാണ്, ആകെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷെ പല കാര്യങ്ങളിലും പുള്ളിക്കാരി പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ല. അപ്പൊ ഈ ഇഷ്ടം കൂടിയത് കൊണ്ടാണോ അങ്ങനെ പ്രതികരിക്കുന്നത്? ഇപ്പോഴെന്തായാലും ഒരു ഒതുക്കം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷബീന മേഡം കൊണ്ട് ഇറക്കിയ വോയിസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ചാറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഒതുക്കം നമ്മൾ കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ്, അല്ലാതെ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആരും ക്ലാസ് എടുക്കാനോ എനിക്ക് ആരും ഇല്ല. ഈ ഒറ്റ ക്ലാസ്സിൽ വീഴത്തില്ല. അത് ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആരും ക്ലാസ് എടുക്കാനൊന്നും പറ്റത്തില്ല. തങ്കച്ചൻ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കത്തില്ല. ഞാൻ എന്ത് തീരുമാനിക്കുന്നു ഞാൻ ചെയ്യുന്നു, അതാണ്. അത് 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 നല്ലൊരു തീരുമാനമാണ് കേട്ടോ. സ്തുതി ഉണ്ടായിരുന്ന സ്തുതി പറയുന്നത് പോലും കേൾക്കരുതായിരുന്നു, അത് കേൾക്കത്തില്ലായിരുന്നു. അഥവാ സ്തുതി ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും സ്തുതി പറയുന്നതും കേൾക്കത്തില്ലായിരുന്നു എന്നുള്ള രീതിയാണ്. എന്തായാലും എല്ലാം സ്തുതിച്ചേട്ടന് വേണ്ടിയും പിള്ളേർക്ക് വേണ്ടിയാണല്ലോ. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ഓക്കെ, ബാക്കി ഈ ഷെഫീന ബീബിന്റെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞോ? രേണു അകത്താക്കും എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അല്ല, ഇന്നലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആരാ? അതിന്റെ നോ കമന്റ്, അതിന് കമന്റ് പറ. അതെന്താ പറയാത്തെ? അതിനെന്തെങ്കിലും പറ. അവര് ഇത്രയും പറഞ്ഞില്ലേ, അവരെ രണ്ട് തെറിയൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറ. എന്താ പറയാത്തെ? പറഞ്ഞാൽ അവരെ ഇരിക്കുന്ന തെളിവെല്ലാം കൂടെ എടുത്തങ്ങോട്ട് ഇടും. അത് പേടിച്ചിട്ടാ, അല്ല വേറൊന്നുമല്ല. ഓക്കെ, ബാക്കി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ബ്ലോഗേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണാറില്ല, തൊണ്ട പോയിട്ട് കാണാറില്ല, താല്പര്യമില്ല. അതിന് വൈറ്റിപ്പഴത്തിന് എന്തെങ്കിലും ചെയ്യട്ടല്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, ഒരു ബ്ലോഗേഴ്സിന്റെ ഒന്നും കാണാറില്ല. അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ആരുടെ ഒന്നും കാണത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ കണ്ടന്റും പുള്ളിക്കാരിക്ക് അറിയാം. പുള്ളിക്കാരി അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. എന്നിട്ട് എന്തൊരു തള്ളലാണെന്നറിയാവോ? എൻ്റെ പൊന്നെ, ഇനി ഒരു തള്ളൽ നിങ്ങൾ കേൾക്കണം. ഈ പുള്ളിക്കാരിയെ വെടിയെന്ന് വിളിച്ചാലും കുഴപ്പമില്ലെന്നാണ് ഈ പുള്ളിക്കാരി പറയണേ. അതെടുത്ത് പിൻ ചെയ്ത് വെക്കുമെന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുക പുള്ളിക്കാരി. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല. അതെടുത്ത് പിൻ ചെയ്ത് വെക്കുമെന്നാണ് ഇവർ പറയണേ. എന്താ കഥ? കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം. ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം വരാം. ഒരു ദേഷ്യം, സന്തോഷമുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തു. അതെ, വെടിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല. അത് ഞാൻ പിൻ ചെയ്ത് വെക്കുമെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്.
ഇതിനെയൊക്കെ എന്താ പറയേണ്ടത് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ, എല്ലാവർക്കും വേണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കതങ്ങ് അങ്ങനെ അങ്ങ് അംഗീകരിച്ച് കൊടുക്കാം. പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട് എന്തായാലും. അവരൊക്കെ അംഗീകരിച്ച് കൊടുത്തു. പക്ഷെ നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെന്നേ. നിങ്ങൾ കണ്ടില്ല എൻ്റെ ഒരു ചാറ്റ് പുറത്ത് വിട്ടെന്നുള്ള എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇപ്പം അഥവാ ഇതിനകത്ത് എന്താണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയുക, ഇപ്പം എന്നെ ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ് ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും അതെ അതെ, ആരാടാ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത്? ഒരാളെ അടിച്ചു താക്കാൻ അങ്ങോട്ട് ശ്രമിച്ച് നിങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്തിനാ? ഒരാളെ ഇങ്ങനെ അടിച്ചു താക്കാൻ പറ്റുമോ? കോൺടാക്ട് മൈ മാനേജർ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കറങ്ങാനോ ഒന്ന് ഒരു ലോഡ്ജിപ്പാനോ ഇങ്ങനെയൊക്കെ ഞാനൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിനെന്താ കുഴപ്പം? കോൺടാക്ട് മൈ മാനേജർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി പൈസ അടച്ചിട്ട് വരണം, അതിനെന്താ കുഴപ്പം? അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ അത് ചാറ്റ് എൻ്റെ ആണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നും അറിയത്തില്ല, ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ പറയാറുണ്ട് എന്ന് സമ്മതിക്കുന്നുമുണ്ട് രേണു ഇവിടെ. പക്ഷേ ഇതിപ്പോൾ കുറ്റം മൊത്തം ആർക്കായി? നമ്മക്കായി. ഇവിടെ ഈ പറയുന്ന രേഷ്മ മാത്രം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യവുമാണ്. അങ്ങനെ പറയുന്നതിന് എന്താണ് കുഴപ്പം? ഞാൻ സെലിബ്രേറ്റ് ചെയ്യല്ലേ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നല്ല സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ സെലിബ്രേറ്റുകൾ ഇനി ഉണ്ടാകരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സെലിബ്രേറ്റ് ഇനി പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് ആരോ അടിച്ചു കളഞ്ഞെന്ന്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതൊന്ന് കേട്ടോ. നോ കമന്റ്, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജിന്റെ അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? തകർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയുക, റിപ്പോർട്ട് അടിച്ച് അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അത് തകർത്ത് കളഞ്ഞു എന്നാരാണ്ട്? ആര്? നിങ്ങൾ തന്നെ അതിൻ്റെ പേര് മാറ്റി നിങ്ങൾ അതിൻ്റെ അകത്ത് ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്താണ്? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ വെച്ചിട്ട്, ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് പലർക്കും ചാറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഇനി ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം അനുപമ എന്ന് പറഞ്ഞ പേരിൽ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ് അതാരും അടിച്ചു കളഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പേജ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നിങ്ങളൊരു എന്താ പറയുക, ഒരു വീഡിയോയിൽ ഇട്ടേനെ, അല്ലെങ്കിൽ ഒരു റീൽസിലും നിങ്ങൾ ഇട്ടേനെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റയിലും നിങ്ങൾ ഇട്ടേനെ. നിങ്ങൾ എല്ലാത്തിനും വാരിക്കോരി ഇടുന്ന ഒരാളല്ലേ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ട് പോലും അതിനൊരു പ്രതികരണം പോലും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അത് പോയതല്ല, പേര് മാറ്റിയതാണ് എന്നുള്ളതാണ്. എന്നിട്ട് പുതിയ പേരിൽ രേണുവിൻ്റെ പേര് വേറൊരെണ്ണം തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങളെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരില്ലേ, അവരോട് പറഞ്ഞാൽ മതി, നമ്മളോട് പറയണ്ട. നമുക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഈ കളികളൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്തായാലും പുറത്ത് വരുമെന്നേ. എന്തായാലും തേഞ്ഞൊട്ടാതെ എങ്ങും പോകത്തില്ല, സത്യം വെളിയിൽ വരാതെ എങ്ങും പോകത്തില്ല. സത്യം എപ്പോഴായാലും മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഷ്മ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് കിച്ചുവിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഇത് നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കിച്ചുവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ തങ്കച്ചൻ അടിച്ചിറക്കി എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്തു ഇട്ടിരുന്നേ. അപ്പോൾ അതിന് താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ട് നമ്മളെ അങ്ങ് പൊങ്കാല ഇടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ രേണു ഭയങ്കര എന്താ പറയുക, മക്കളോട് വലിയ സ്നേഹമുള്ള അമ്മയാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് മീഡിയക്കാരോട് പറയുന്നത്. അങ്ങനെ നന്മ ഉള്ള അമ്മയായിട്ട് മാറുമ്പോൾ ഇവിടെ തന്നെ രേണുവിന്റെ കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാവും. രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ കോൾ എടുത്തിട്ട് ആലോ എന്നെ വിളിച്ചു, അമ്മ തന്നെ എന്നെ വിളിച്ചു, അമ്മ ഞാനിങ്ങനെ കൊണ്ടുപോകാം, ശരി ശരി ശരി. സാധാരണ എല്ലാവരും ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രത്യേകിച്ച് ഞാൻ പ്രസവിച്ചിട്ടില്ല, എൻ്റെ മകൻ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ്. എന്നെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരിക്കും. എന്നെ അമ്മ എന്ന് വിളിക്കുന്നതോളം വരെ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ രേണു പറയുന്നത് കേട്ടോ, ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്. അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് അത്ര സ്നേഹം കാണിക്കും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ടങ്ങ് വെച്ച് കാച്ചുകയാണ്. ഇതിന്റെ താഴെ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എത്ര നല്ലൊരു അമ്മയാണ്, അമ്മ രേണുവിന്റെ ആ ഒരു സ്നേഹം കണ്ടോ, കിച്ചു ഇതൊക്കെ കാണിച്ചിട്ട് കിച്ചുവിനോട് ചേർത്ത് പിടിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് വരെയായിട്ടും
ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഈ പറയുന്ന കിച്ചുവിനെ അങ്ങോട്ട് രേണു ഒന്ന് ഫോൺ വിളിച്ചിട്ടില്ല. അത് മാത്രമല്ല കിച്ചുവിന്റെ നമ്പർ വരെ ഇവരെടുത്ത് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം കിച്ചുവിന്റെ നമ്പർ സേവ് അല്ല. ഒരു അമ്മ എന്ന നിലയിൽ നമ്പർ സേവ് ആക്കണേ, ഇല്ല എങ്കിൽ നമ്പർ വരുമ്പോൾ അത് കിച്ചുവിന്റെ ആണെന്ന് അറിയണേ. അതൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല. പിന്നെ എന്താ അമ്മയാ? എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. അമ്മ ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇടൂ. ഹലോ എന്താ കിച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടെ ഞാൻ പിന്നെ അതെ, ഇവിടെ കിച്ചുവിന്റെ നമ്പർ സേവ്ഡ് അല്ല, വാട്സപ്പിൽ മാത്രമേ സേവ്ഡ് ഉള്ളൂ എന്ന രീതിയിലാണ് പറയണേ. മറ്റേത് ചിലപ്പോൾ ബ്ലോക്ക് ആക്കി കളഞ്ഞതായിരിക്കും, അല്ലെ ഡിലീറ്റ് ആക്കി കളഞ്ഞായിരിക്കും. ഇനി ഞാൻ വിളിക്കത്തില്ല എന്ന രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഈ മകനോടുള്ള വലിയ സ്നേഹം കാണിക്കുന്ന ആള് എന്തുകൊണ്ട് ഈ കിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചില്ല? ഇവിടെ കിച്ചു ആണ് അങ്ങോട്ട് വിളിച്ചിട്ട് ഋതപ്പനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള പെർമിഷൻ ചോദിക്കുന്നത്. എന്നാൽ രേണു അങ്ങോട്ട് വിളിച്ചിട്ടില്ല. മകനെ അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ച് പറയുന്ന രേണു അതിനൊന്ന് ശ്രമിച്ചുകൂടായിരുന്നോ? അത് ശ്രമിക്കത്തില്ല. ഇവിടെ പിന്നെ കിച്ചുവിന്റെ നമ്പർ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോഴേ കിച്ചു പറഞ്ഞ അമ്മ ഇത് ഞാനാ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി സംസാരിക്കുന്നതും കിച്ചുവിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നത്. നിന്റെ അനിയല്ലേ നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകും. അമ്മ എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു പ്രമോഷന് ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു, കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞു. കിച്ചു ഈ ഋതപ്പനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനൊക്കെ ചെയ്തു. ഓക്കെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കൊള്ളാം, നല്ല കാര്യം തന്നെ. ഓക്കെ, ഇനി ഇതൊന്നും മാറ്റി പറയരുത്. മാറ്റി പറയുമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ പറയും. കാരണം നിങ്ങൾ അങ്ങനെയാണ്, നിലനിൽപ്പിന് വേണ്ടി എന്തും പറയുന്ന ഒരാൾ തന്നെയാണ്. ഇത് നിങ്ങളെ കുപ്പിക്കൊണ്ട് നടക്കുന്നവരും അവർക്ക് മനസ്സിലാവത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതൊക്കെ അറിയാം. എന്താണ് പ്രേക്ഷകർ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്നേഹ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും